ഇന്ത്യ മഹാരാജ്യം വിട്ടു പൊയ്ക്കൊള്ളുക. അന്യ നാട്ടുകാർക്കൊന്നും ഇവിടെ കാര്യമില്ല. നിങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കുന്നതിനായിട്ട് ഇതാ ഷെഡുകൾ പണിഞ്ഞിരിക്കുന്നു എന്നാണ്. അതായത് അതിർത്തിയിൽ ഒരുപാട് താൽക്കാലിക ഷെൽട്ടർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും മനഃപൂർവ്വം ഇന്ത്യക്കകത്ത് ഇനിയും തങ്ങാൻ, ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ തങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ഷെൽട്ടറിനകത്തിടും. ആഹാരമൊക്കെ കൊടുക്കും, ആഹാരവും വെള്ളമൊക്കെ കൊടുക്കും. പക്ഷേ കേസിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് വലിയ തിരക്കാണ്. ഹക്കിംപു ബോർഡർ കടന്നു പോകുന്നതിനായിട്ട് വലിയ തിരക്കെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ മാൾഡ അതിർത്തിയിലും ഉണ്ട് കേട്ടോ. മാൾഡ അതായത് പശ്ചിമ ബംഗാളിനോടും ബംഗ്ലാദേശിനോടും ചേർന്ന് കിടക്കുന്ന അതിർത്തി. ഈ പാതയിൽ കൂടാണ്, ഈ അതിർത്തി കൂടാണ് ഇവരെല്ലാം ചാടി വന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് ടിവിയുടെ ജേർണലിസ്റ്റുകൾ ചോദിക്കുമ്പോൾ പല ആളുകളും സംസാരിക്കുന്നത് കേട്ടില്ലേ, അവിടെ തമ്പടിച്ച് കിടക്കുന്ന രാജ്യത്തേക്ക് രക്ഷപ്പെടാൻ പോവാണ്, ബംഗ്ലാദേശിലേക്ക് രക്ഷപ്പെട്ട് ഇവിടുന്ന് ഓടിപ്പോകാൻ പോകുന്നവർ പറയുന്നത് ഞങ്ങളെല്ലാം ബംഗ്ലാദേശികളാണ്. അവർ സമ്മതിക്കുകയാണ്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ സമ്മതിക്കുകയാണ്, ഞങ്ങളൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ഈ അതിർത്തി വഴി ചാടി ഇന്ത്യയിലേക്ക് വന്നതാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും രേഖയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയുന്നത് ഞങ്ങളുടെ ഒരു രേഖയില്ല. ഒരു രേഖയില്ല, നിങ്ങൾ എത്ര കാലം ഇന്ത്യയിൽ താമസിച്ചു എന്ന് ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു 1 വർഷം, 1.5 വർഷം, 2 വർഷം, 3 വർഷമായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ബംഗാളിലും മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ആലോചിച്ച് നോക്കുക, മറ്റൊരു രാജ്യത്തുനിന്ന് യാതൊരു രേഖകളും ഇല്ലാതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായിട്ട് ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുകയാണ്.